ലാൽ സലാം. തുടരും ചിത്രത്തിൻ്റെ രണ്ടാം ദിനത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാം ദിനം ശനിയാഴ്ച ഒരു സൂപ്പർ ഡ്യൂപ്പർ സാറ്റർഡേ ആയി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1800 മുകളിലുള്ള ഷോകൾ ഇതുവരെ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു സിനിമയ്ക്ക്. ആദ്യ ദിനം 1400ഓളം ഷോകളായിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ മുകളിലേക്കുള്ള ഷോകൾ ആഡ് ചെയ്യുന്നു. ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം ലഭ്യമായ ഒരു കണക്കിലേക്ക് നമുക്ക് ചെല്ലാം. നമുക്ക് നോക്കാം ആ കാര്യത്തിലേക്ക്. 1722ഓളം ഷോകളാണ് ഇപ്പോൾ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 3,64,000ഓളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തു ഓൺലൈനായി എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. 5,84,00,000 രൂപയോളം ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ, അതും 80% ഒക്യുപ്പൻസിയിൽ. സിനിമ 1800 ഷോകൾ ഇതിനോടകം ചാർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇനിയും ഷോ കൗണ്ടുകൾ കൂടുന്നു. ലേറ്റ് നൈറ്റ് ഷോസ്, എക്സ്ട്രാ ഷോസ്, ആ റേഞ്ചിൽ തിയേറ്ററുകൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ സ്ക്രീനുകളുടെ എണ്ണം കൂട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതുവരെ റിയൽ ടൈം ഗ്രോസായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 5 കോടിക്ക് മുകളിലാണെങ്കിൽ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ന് 7 കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആദ്യ ദിനം സിനിമയ്ക്ക് നേടാനായത് ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 5,52,00,000 രൂപയാണെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ എത്താൻ കഴിഞ്ഞു. ഓവർസീസിൽ നിന്ന് ആദ്യ ദിനം തന്നെ 1 മില്യൺ തൂക്കിയ സിനിമ രണ്ടാം ദിവസം 2 മില്യന് മുകളിലേക്ക് എത്തും എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആദ്യ ദിനം സിനിമ ഓവർസീസിൽ നിന്ന് മാത്രമേ നേടിയത് 9,25,00,000 രൂപയോളമാണ്. അതായത് കേരള കളക്ഷൻ്റെ ഏറെക്കുറെ ഡബിൾ എന്ന് പറയാവുന്ന ലെവലിൽ. അങ്ങനെ 15,80,00,000 രൂപ ആണ് സിനിമയുടെ തീ പിടിപ്പിക്കുന്ന കളക്ഷൻ എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനിയും ആ ഒരു എക്സ്പെക്റ്റേഷനും അല്ലെങ്കിൽ പ്രഡിക്ഷനുമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സിനിമ ഇതാ കുതിച്ചു പായുകയാണ്. രണ്ടാം ദിനം പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് 20 കോടിക്കും 25 കോടിക്കും ഇടയിലായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾ, GCC തുടങ്ങിയ രാജ്യങ്ങളിൽ മികച്ച ഗംഭീരമായിട്ടുള്ള കൊടൂര ബുക്കിംഗ് ആണ് നടക്കുന്നത്. ഇന്ന് കേരളത്തിൽ നിന്ന് 7 കോടിയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു പക്ഷേ 15 കോടിക്ക് മുകളിൽ വരും. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു പക്ഷേ 1 കോടിക്കും 2 കോടിക്കും മുകളിലേക്ക് എത്താനുള്ള ചാൻസുകളും കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊലത്തൂക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 ദിവസം കൊണ്ട് 37-40 കോടിയിലേക്ക് സിനിമ എത്തിപ്പെടും എന്നുള്ളത് തന്നെ. അതായത് നാളെ ഉച്ചയ്ക്ക് മുമ്പ് സിനിമ 50 കോടിയിലേക്ക് എത്തും. ഫാസ്റ്റസ്റ്റ് 50 crore ക്ലബിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെ വൈകുന്നേരം ഇതേ സമയമാകുമ്പോൾ ഒരു പക്ഷേ സിനിമ 65-70 കോടിയിലേക്ക് എത്തും. വെറും 4 ദിവസം കൊണ്ട് സിനിമ 100 കോടിയിലേക്ക് ടച്ച്, അല്ലെങ്കിൽ 5-ാം ദിനം 100 കോടി ടച്ച് ചെയ്യുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതെ ഇരിക്കുന്നു. എന്താണെങ്കിലും മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ്സ് പറയാം. ഒപ്പം നിങ്ങൾക്ക് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം, ഈ 2 ദിവസത്തെ കളക്ഷൻ എത്രയായിരിക്കും, രണ്ടാം ദിവസം എത്രയായിരിക്കും കളക്ഷൻ. നാളെ ഒഫീഷ്യലായിട്ടുള്ള ആ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ നമുക്ക് ഒന്ന് ആഘോഷിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.